ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു കോസ്റ്റർ ഉണ്ടാക്കലാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു പച്ച ത്രെഡും ഒരു ക്രോഷ്യ നീഡിലുമാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു മാജിക് റിങ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ത്രെഡ് ഇതുപോലെ തന്നെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ക്രോസ് വെച്ച് ക്രോഷ്യ നീഡിൽ അതിൻ്റെ അകത്തുകൂടെ ഇട്ടൊരു നോട്ട് എടുക്കുക. അതിന് ശേഷം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. ഫസ്റ്റ് നമ്മളൊരു മാജിക് റിങ് ഇട്ടു, അതിന് ശേഷം 3 ചെയിൻ സ്റ്റിച്ച്. മെയിൻലി ഇതിൽ വരുന്നത് നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ത്രൂ ഔട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുകയാണ്. 3 ചെയിൻ സ്റ്റിച്ചിന് ശേഷം മാജിക് റിങ്, ചെയിൻ സ്റ്റിച്ച്, ഡബിൾ ക്രോഷ്യ. നമ്മളിങ്ങനെ 11 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ഒഴിച്ച് നമ്മൾ 11 ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ 11 ചെയിൻ സ്റ്റിച്ച് 11 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. 11 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതിന് ശേഷം ആ ബാക്കിൽ നിൽക്കുന്ന നൂലിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാജിക് റിങ് നമുക്ക് ചെറുതാക്കാൻ പറ്റും. അതിന് ശേഷം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് ഇത് ടൈറ്റൺ ചെയ്യുക. അതായത് ഇവരെ ഒന്നിപ്പിച്ചൊരു റൗണ്ട് പോലെ ആക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ഇടുകയാണ് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട്. അടുത്ത റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് സ്റ്റിച്ചസ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പം നമ്മൾ ടോട്ടൽ നമുക്ക് 12 സ്റ്റിച്ച് ഉണ്ടാവും. ആ 12 സ്റ്റിച്ചിനും 2 ഡബിൾ ക്രോഷ്യ വീതം നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്ത് സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ച് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മൾ ടോട്ടൽ സ്റ്റിച്ചുകളും ഇൻക്രീസ് ചെയ്യും. മെയിൻലി നമ്മൾ ചെയ്ത സ്റ്റിച്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാജിക് റിങ്, അതിനുശേഷം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു, പിന്നെ 11 ഡബിൾ ക്രോഷ്യ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ആ 11 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസിനെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ലേ, നമ്മൾ ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ടോട്ടൽ സ്റ്റിച്ചുകളും കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്ത് ടൈറ്റൻ ചെയ്യും. തേർഡ് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ഇൻക്രീസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് പഴയ പോലെ തന്നെ ഇട്ടു. അതിന് ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുക. അതായത് ഒന്നിടവിട്ട് ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാണ് ഓരോ സ്റ്റിച്ചിലും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പറയുന്നത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, ഒരു സ്റ്റിച്ചിൽ 1 എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ റൗണ്ടിൽ ഇൻക്രീസ് ചെയ്യുന്നത്. തേർഡ് റൗണ്ടിൽ ഇപ്പോൾ കണ്ടോ, ഒരു സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിക്കാണ് നമ്മൾ സ്റ്റിച്ചസ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഫോർത്ത് റൗണ്ടിലും നമ്മൾ തേർഡ് റൗണ്ട് ചെയ്ത പോലെ തന്നെ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ചെയ്ത് നമ്മൾ വീണ്ടും ഇൻക്രീസിങ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ 4 റൗണ്ട്സ് ചെയ്തു. 4 റൗണ്ട്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു കോസ്റ്ററിൻ്റെ, ഒരു കപ്പിനൊക്കെ വെക്കാനുള്ള കോസ്റ്ററിൻ്റെ സൈസാവും. ഇനി നമ്മൾ അതിനൊരു ഇയറാണ് ചെയ്യുന്നത്. ഇയർ ചെയ്യാനായിട്ട് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 2 ഹാഫ് ഡബിൾ ക്രോഷ്യ
സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യുക. അതിനുശേഷം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്തിട്ടാണ് നമ്മൾ ഇയേഴ്സ് ഉണ്ടാക്കുന്നത്. അതായത് ഇയേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ റൗണ്ട് മുഴുവൻ 4th റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. അതിന് ശേഷം 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സെയിം ഒരു സ്റ്റിച്ചിൽ തന്നെ. അത് കഴിഞ്ഞ് ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് ലോക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇയർ ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു ഇയർ ഉണ്ടാക്കുക. അങ്ങനെ നമ്മുടെ കോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഞാനിതിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ത്രെഡ് വെച്ച് 2 ഐസും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ലുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി.